നമസ്കാരം പ്രിയപ്പെട്ടവരെ, 10 വർഷം നീണ്ട പിണറായി ഭീകരഭരണത്തിന് അന്ത്യം കുറിക്കപ്പെടും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തെരഞ്ഞെടുപ്പ് ഫലം വരെ ആ ആത്മവിശ്വാസം തുടരും. UDF ഇവിടെ ഭരിക്കാൻ വന്നാൽ എന്തു സംഭവിക്കും എന്നതിൻ്റെ സൂചന ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിത്തുടങ്ങി. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി 3 നേതാക്കൾ തമ്മിൽ കലഹിക്കുന്ന കാഴ്ചയാണ് ചുറ്റും. VD സതീശൻ വേണോ, രമേശ് ചെന്നിത്തല വേണോ, അതോ ഹൈക്കമാൻഡ് പ്രതിനിധിയായി KC വേണുഗോപാൽ വേണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഒക്കെ തുടരുന്നു. ആരെങ്കിലും ആവട്ടെ, പിണറായിയുടെ ദുർഭരണം അവസാനിച്ചല്ലോ എന്ന നിലപാടാണ് എനിക്കുള്ളത്. പിണറായി ഇറക്കുന്നതിന് വേണ്ടി സന്ധിയില്ലാ സമരം നടത്തിയതുകൊണ്ട് തന്നെ ആ വിജയം ആഘോഷിക്കാൻ കഴിയും എന്ന് കരുതുകയാണ് ഞാൻ. UDF അധികാരത്തിൽ വന്നാൽ ആ സർക്കാരിനെ വിമർശിച്ചും തിരുത്തിയും മുമ്പോട്ട് പോകാൻ മറുനാടനുണ്ടാവും. എന്നാൽ LDF തന്നെ വീണ്ടും അധികാരത്തിൽ വന്നാലോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. 10 വർഷം ഈ ദുർഭരണത്തിനെതിരെ പക്ഷപാതപരമായ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടും ജനങ്ങളുടെ തലയിൽ ഇത് കയറുന്നില്ലെങ്കിൽ, പിണറായിയുടെ ഭരണം തന്നെയാണ് നല്ലതെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ ഈ സർക്കാരിനെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിമർശനം പടിപടിയായി കുറയ്ക്കണമെന്നും സർക്കാരിനെ വെറുതെ വിടണം എന്നും തന്നെയാണ് എൻ്റെ ആഗ്രഹം, ഒരു ആനുകൂല്യവും കൈപ്പറ്റാതെ. ഇതൊരു പ്രോമിസ് അല്ല. ഒരുപക്ഷെ ഞാൻ ഈ യുദ്ധം തുടരുമായിരിക്കും. പക്ഷെ 10 വർഷവും ഞാൻ നടത്തിയ യുദ്ധം വിജയിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു 5 വർഷം കൂടി യുദ്ധം തുടരണോ വേണ്ടയോ എന്ന് എന്തായാലും പുനർവിചിന്തനം നടത്തും. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേക്കും തൽക്കാലം നാടുവിടുകയാണ്. ആദ്യമായി ഓസ്ട്രേലിയൻ യാത്ര നടത്തുകയാണ് മെയ് മാസത്തിൽ. വിദേശ രാജ്യങ്ങളിൽ പോയി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് ശീലമാണെങ്കിലും ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ പോയിരുന്നു. ആദ്യമായാണ് ഒരു സ്റ്റേജ് ഷോയുടെ ഭാഗമായി ഞാൻ വിദേശ രാജ്യം സന്ദർശിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ നേതൃത്വം കൊടുക്കുന്ന സമ്മർ ഇൻ ഓസ്ട്രേലിയ എന്ന സ്റ്റേജ് ഷോ ടീമിൽ ഞാനുമുണ്ട് എന്ന് സ്നേഹപൂർവ്വം പ്രേക്ഷകരെ അറിയിക്കട്ടെ. ആ സ്റ്റേജ് ഷോ ദിവസങ്ങളിൽ മാത്രമല്ല ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടാവുന്നത്, അതിനു മുമ്പും അതിനുശേഷവും ഓസ്ട്രേലിയയിലെ മിക്കയിടങ്ങളിലും സന്ദർശിക്കാനാണ് എൻ്റെ പദ്ധതി. മെയ് 29 തീയതി മെൽബണിലും 30 തീയതി ബ്രിസ്ബെയിനിലും 31 തീയതി മക്കായിലും ആണ് സ്റ്റേജ് ഷോ നടത്തുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, കോട്ടയം നസീർ, റെജി രാമപുരം, ഷിനോ പോൾ, സുധീഷ് ശശികുമാർ, സുമി അരവിന്ദ്, കൃഷ്ണപ്രഭ, ലക്ഷ്മി നക്ഷത്ര തുടങ്ങിയ താരങ്ങളും ഈ ഷോയിലുണ്ടാവും. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മ്യൂസിക് കോമഡി ഡാൻസ് ഷോയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പരിപാടി, അതായത് മെയ് മാസം 30 തീയതി ബ്രിസ്ബെയിനിൽ നടക്കുന്ന രണ്ടാമത്തെ പരിപാടിയുടെ ഭാഗമായി മറുനാടൻ മലയാളി ഒരു അവാർഡ് നിശ്ചയം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റേജ് ഷോകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറുകൾ വിളിച്ചാൽ അവാർഡിൻ്റെ വിശദാംശങ്ങളും സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കും. സ്റ്റേജ് ഷോകൾക്ക് ശേഷം ഏതാണ്ട് ഒരാഴ്ച ഞാൻ പെർത്തിലുണ്ടാവും. ജൂൺ മാസം 7 തീയതി പെർത്തിലെ പൂമ എന്നുപേരുള്ള സംഘടന സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മാത്രമേ നാട്ടിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ച് ചിന്തിക്കൂ. ഓസ്ട്രേലിയയിലുള്ള പ്രിയപ്പെട്ട മറുനാടൻ്റെ പ്രേക്ഷകർ ഈ 3 സ്റ്റേജ് ഷോകളിൽ ഒന്നിലോ പെർത്തിൽ നടക്കുന്ന പരിപാടിയിലോ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഓസ്ട്രേലിയയിലെ ഒട്ടുമിക്കയിടങ്ങളിലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്നാണ് പ്രാർത്ഥന.